നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC മുൻവർഷം ചോദിച്ച 10th പ്രിലിംസിന്റെ നിലവാരത്തിലുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ ആണ്, PYQ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ് എല്ലാവരും ഫോളോ ചെയ്തായിരുന്നോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് ഇരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ താഴെ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. കൂടാതെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിലേ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികൾ. ഏതൊക്കെയാ കുട്ടികളെ? സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികൾ ഏതൊക്കെയാ? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓപ്ഷൻ ബി നോക്കിക്കേ, കോസി വന്നിട്ടുണ്ടല്ലേ. കോസി ഏത് നദിയുടെ പോഷക നദിയാ? ഗംഗാ നദിയുടെ പോഷക നദിയാണ് കോസി നദി. നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, കോസി നദി ഏത് സംസ്ഥാനത്തിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്? ഏതോ സംസ്ഥാനത്തിന്റെ ദുഃഖമാണ് കോസി നദി. ഏതിന്റെയാ? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓപ്ഷൻ സി നോക്കിക്കേ, അതെന്തുകൊണ്ട് തെറ്റി? ടീസ്ത കയറി വന്നു. ടീസ്ത ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദിയല്ലേ ടീസ്ത. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, സോൺ കയറി വന്നിട്ടുണ്ട്. സോൺ എന്നത് ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഗാർചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. പടിഞ്ഞാറോട്ട് ഒഴുകി എവിടെയാ പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ്? സിന്ധു ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു നദിയാണ്. സിന്ധു നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിംഗി കമ്പൻ എന്ന പേരിലാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. സിംഗി കമ്പൻ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ സിന്ധു ആണ്. സിംഗി കമ്പൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സിംഗി എന്നാൽ സിംഹം, സിംഹത്തിന്റെ മുഖം എന്നാണ്. സിംഹത്തിന്റെ മുഖം എന്നാണ് സിംഗി കമ്പൻ എന്ന വാക്കിന്റെ അർത്ഥം. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം ഏത്? PSC പ്രീവിയസ് ആണ്. അറ്റോക്ക്. അറ്റോക്ക് എന്ന സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികൾ ഏതൊക്കെയാ? സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ് എന്നിവയാണ് 7 പുണ്യ നദികൾ. സപ്ത സിന്ധു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ 7 നദികളുണ്ട്. ഏതൊക്കെയാണ്? സിന്ധു ഉണ്ട്, സരസ്വതി ഉണ്ട്, പിന്നെ സിന്ധുവിന്റെ 5 പോഷക നദികൾ തന്നിരിക്കുന്ന 5 ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ശ്രദ്ധിക്കുക, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ സത്ലജ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബിയാസ് ആണ് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി. ഏറ്റവും വലുത് ചിനാബ്, ഏറ്റവും ചെറുത് ബിയാസ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സത്ലജ് ആണ്. സത്ലജ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. പഴയ SCRTയിലുള്ള ചോദ്യമാണ്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന SCRT 10ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിലെ ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. റാബി വിളയുടെ വിളയിറക്ക് കാലം നവംബർ മധ്യം, അതായത് ശൈത്യകാലത്തിന്റെ ആരംഭത്തിലാണ്. വിളവെടുക്കുന്നതോ മാർച്ച് മാസമാണ്. റാബി വിളവെടുക്കുന്നത് മാർച്ച് മാസം, വേനലിന്റെ ആരംഭത്തിൽ. അപ്പൊ ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കുന്നു, വേനലിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ്? പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, പുകയില, കടുക് എന്നിവ പ്രധാനപ്പെട്ട റാബി വിളകളാണ്. അപ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ എത്രണ്ണം? 3 എണ്ണമാണ്. ഏതൊക്കെ? ഖാരിഫ്, റാബി, സയ്യിദ്
ഖാരിഫ്, പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഖാരിഫ് വിള ഇറക്കുന്ന കാലം ജൂൺ മാസമാണ്. അതായത് മൺസൂണിന്റെ ആരംഭം, മൺസൂൺ മഴയുടെ ആരംഭം. വിളവെടുക്കുന്നതോ നവംബർ ആദ്യവാരം, മൺസൂൺ മഴയുടെ അവസാനം. ഇനി സൈദ് വിള ഇറക്കുന്നത് മാർച്ച് മാസം, വേനൽക്കാലത്തിന്റെ ആരംഭം. വിളവെടുക്കുന്നതോ ജൂൺ, മൺസൂൺ മഴയുടെ ആരംഭം. പഴങ്ങളും പച്ചക്കറികളുമാണ് സൈദ് വിളകൾക്ക് ഉദാഹരണം. പഴങ്ങളും പച്ചക്കറികളും. കിട്ടിയോ? 2 ചോദ്യവും കിട്ടിയോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ നിങ്ങൾ നോക്കിയിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ഇപ്പോ മുഹറം ഓഫർ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 2 ദിവസം കൂടെ ഉള്ളൂ ഓഫർ. ജൂൺ 25 രാത്രി 12 മണി വരെ മാത്രമേ ഓഫർ ഉള്ളൂ. നമ്മുടെ ആപ്പിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഇപ്പോ 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ആപ്പില് ഫുൾ സിലബസ് കവറേജ് ക്ലാസ്സുകളാണ്. നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും നോക്കേണ്ടതായിട്ട് വരത്തില്ല. കൂടെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പഴയ SCRT, പുതിയ SCRT ചാപ്റ്റർ വൈസ്, NCRT ചാപ്റ്റർ വൈസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കമ്പനി LGS, VFA, ബൊക്കോ LD, LDC പുതിയ ബാച്ച്, അതുപോലെ LGSന്റെ പുതിയ ബാച്ച് ഒക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ പറയുന്ന ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഇത്രയും കോഴ്സുകൾക്ക് ഇപ്പൊ 10% ഡിസ്കൗണ്ട് കിട്ടും. എല്ലാ യൂണിഫോം പോസ്റ്റുകൾക്കും 10% ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമ്മുടെ LDCയുടെ ബാച്ചിൽ ഇനി കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളൂ. അത് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ബാച്ച് LGSന്റെ ബാച്ചാണ്. ജൂലൈ മാസം 6 നമ്മൾ പുതിയ ബാച്ചിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെ ഫുൾ സിലബസ് കവറേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കറണ്ട് അഫയേഴ്സും പഴയ CRT, പുതിയ CRT, BSc പ്രീവിയസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ഈ ബാച്ചിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. ഐഫോണിലും ഇപ്പൊ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളത്, അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഐഫോണിലായാലും ആൻഡ്രോയിഡ് ഫോൺ ആയാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. LDCയുടെ ബാച്ച് അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു 15 സീറ്റും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിലും നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഈ LDC ആയാലും LGS ആയാലും 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. സെറ്റ് അല്ലേ? ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സാപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാമേ. അവരോട് വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. സ്ഥിരം ചോദ്യമാണ്, ഇത് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. മുംബൈ ആണ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായതുകൊണ്ടാണ് മുംബൈ നഗരത്തെ എന്തെന്ന് വിളിക്കുന്നത്? കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷിന്റെ ഭരണകാലം മുതൽക്കേ തന്നെ മുംബൈയും അതിന്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ കരിമണ്ണ് മേഖലയായതുകൊണ്ട് തന്നെ പരുത്തി അഥവാ കോട്ടൺ കൃഷിക്കും അതുവഴിയുള്ള വസ്ത്രനിർമ്മാണ വ്യവസായങ്ങൾക്കും വളരെ പ്രസിദ്ധമായിരുന്നു. ഓക്കെ, ഇനി ഓപ്ഷൻ എ കൽക്കട്ട. കൽക്കട്ടയുടെ വിശേഷണം എന്താണ്? സിറ്റി ഓഫ് പാലസ്, കൊട്ടാരങ്ങളുടെ നഗരം. സിറ്റി ഓഫ് പാലസസ് എന്നറിയപ്പെടുന്ന കൽക്കട്ടയാണ്. സിറ്റി ഓഫ് ജോയി എന്നറിയപ്പെടുന്ന, ആനന്ദത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊൽക്കത്തയാണ്. ഡൽഹി വിശേഷണം എന്താണ്? നമ്മുടെ തലസ്ഥാന നഗരിയാണ്. കൂടാതെ റാലികളുടെ നഗരം, സിറ്റി ഓഫ് റാലീസ് എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. ഹൈദരാബാദ് ആണെങ്കിലോ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നു. കൂടാതെ മുത്തുകളുടെ നഗരം, സിറ്റി ഓഫ് പേൾസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈദരാബാദ് ആണ്. ഓക്കെ, ഇനി മുംബൈക്ക് ഈ ഒരു വിശേഷണം മാത്രമല്ല ഉള്ളത്, കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന് മാത്രമല്ല വിശേഷണം ഉള്ളത്. ഒരു 3 വിശേഷണം കൂടി, 3-4 വിശേഷണം ഉണ്ട്. ഒന്നാമത് സിനിമാ നഗരം, ബോളിവുഡ് സിനിമാ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നോ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മുംബൈ ആണ്. സിറ്റി ഓഫ് 7 ഐലൻഡ്സ്,
സിറ്റി ഓഫ് 7 ഐലൻഡ്സ്, 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന മുംബൈ ആണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് നഗരങ്ങളും വിശേഷണങ്ങളും ഒന്ന് നോക്കിയാലോ. നിങ്ങളോട് ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും, അത് കമന്റ് ചെയ്യുക. ജയ്പൂർ ആണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. ജയ്പൂർ ആണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ഗാർഡൻ സിറ്റി, ശാസ്ത്ര നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? ബംഗളൂരു ആണ്. ബംഗളൂരു. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാ കുഞ്ഞുങ്ങളെ? അഹമ്മദാബാദ്. അഹമ്മദാബാദ് ആണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. എന്നാൽ നിങ്ങളോട് ചോദ്യം, ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ, സൗത്ത് ഇന്ത്യ അഥവാ ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദ്. അപ്പൊ ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരാണ് ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ. അറബിക്കടലിന്റെ റാണി ആരാണ്? കൊച്ചി, നമ്മുടെ സ്വന്തം കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂർ ആണ് ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത്. തടാകങ്ങളുടെ നഗരം, സിറ്റി ഓഫ് ലേക്സ് എന്നും വെള്ള നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉദയ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉദയ്പൂർ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഇനി സുവർണ ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ അമൃത്സർ ആണ്. സുവർണ ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വൈൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നാസിക് ഏത് സംസ്ഥാനം പറഞ്ഞേ? മഹാരാഷ്ട്രയിലാണ് നാസിക് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതോ? ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ നാഗ്പൂരും എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ സൂററ്റ്. കരിനിലങ്ങളുടെ നാട്, ദാറ്റ് ഈസ് ലാൻഡ് ഓഫ് ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ അസൻസോൾ ആണ്. കേട്ടിട്ടുണ്ടോ? പശ്ചിമ ബംഗാളിലെ അസൻസോൾ ആണ് കരിനിലങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ സെറ്റായി എന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറന്നു പോകരുതേ. അഡ്മിഷൻ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ഞാൻ കുറച്ച് സീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ നിങ്ങളെയും നയിക്കണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ബാച്ചുകളാണ് നമ്മുടെ ആപ്പിൽ ഫുൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊന്നും അഡ്മിഷൻ ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇത്രയും വേഗം തന്നെ കയറി വരുന്ന പിള്ളേരെ നമ്മളങ്ങ് ഏറ്റെടുക്കുക കേട്ടോ. വേറൊന്നും നോക്കാനില്ല, അവരെ നമ്മളങ്ങ് ഏറ്റെടുക്കുക. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്കൊക്കെ എത്രയും വേഗം ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ റൂർക്കേല ഓർത്തോ. റൂർക്കേല, ഒഡീഷ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ ഫോം ചെയ്തത്. റൂർക്കേല ഏത് സംസ്ഥാനം? ഒഡീഷ, ജർമ്മനി. ഇനി 3 കൂടെ നിങ്ങൾ പഠിക്കുക. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡ്, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തന്നെ എഴുതാം, USSR. ഓക്കെ, ഇനി ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും USSRന്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോ ഭിലായിക്കും ബൊക്കാറോയ്ക്കും ആരുടെ സഹായം കിട്ടി? റഷ്യയുടെ സഹായം കിട്ടി. റൂർക്കേലയ്ക്ക് ജർമ്മനിയുടെ സഹായമാണ് കിട്ടിയത്. ദുർഗാപൂരിനോ ആരുടെ സഹായം? ബ്രിട്ടന്റെ സഹായമാണ് കിട്ടിയത് എന്നുകൂടി ഓർക്കുക. ഞാനിത് ഓർത്തു വെക്കുന്നത് റഷ്യ, ഭിലായി, ഛത്തീസ്ഗഡ്, RBC. ഇനി RBOJ റഷ്യ, ബൊക്കാറോ, ജാർഖണ്ഡ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർത്തു വെക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ B ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത.
അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോപൊളിറ്റൻ നഗരങ്ങൾ അഥവാ വൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ ഹൈവേ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. അത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത് സുവർണ ചതുഷ്കോണം. അപ്പൊ ഭൂപടത്തില് ഈ 4 നഗരങ്ങളെ യോജിപ്പിക്കുമ്പോൾ ഒരു ചതുഷ്കോണത്തിന്റെ ആകൃതി അല്ലെങ്കിൽ അതൊരു ക്വാഡ്രിലാറ്ററലിന്റെ ആകൃതി വരുന്നത് കൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക്, ഈ ഒരു സൂപ്പർ ഹൈവേക്ക് സുവർണ ചതുഷ്കോണം എന്ന പേര് നൽകിയത്. അതായത് ചതുഷ്കോണം എങ്ങനെയായിരുന്നു? വടക്ക് ഡൽഹി, പടിഞ്ഞാറ് ഭാഗത്ത് മുംബൈ ആണ്. പടിഞ്ഞാറ് ഭാഗത്ത് മുംബൈ, അങ്ങ് പോകത്തില്ല, ഓക്കെ, ഭാഗത്ത് മുംബൈ. ഇനി തെക്കു ഭാഗത്ത് ചെന്നൈ ആണ് വരുന്നത്, കിഴക്കു ഭാഗത്ത് കൊൽക്കത്തയാണ് വരുന്നത്. അപ്പൊ യോജിപ്പിക്കുമ്പം ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടത്തില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പദ്ധതിയാണിത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത്, അതായത് 2001 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ നിർമ്മാണവും പരിപാലനവും ഒക്കെ നടത്തുന്നത് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1956 നവംബർ മാസം 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഏതൊക്കെയാണ് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ പ്രദേശങ്ങളാണ്, താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. അപ്പൊ 1956 നവംബർ മാസം 1 ഭാഷാ അടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ മദിരാശി സംസ്ഥാനം, അതായത് ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തിരുവിതാംകൂറിന്റെ തെക്കൻ താലൂക്കുകളായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് വിട്ടുകൊടുത്തത്. TAKV എന്ന് ഓർക്കാലോ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഈ 4 താലൂക്കുകൾക്ക് പുറമെ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്ന ചെങ്കോട്ട താലൂക്ക് നമ്മൾ തമിഴ്നാടിനെ വിട്ടുകൊടുത്തു എന്ന കാര്യം കൂടി ഓർക്കുക. പകരമായിട്ട് നമുക്ക് കിട്ടിയത് മദിരാശിയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കുമാണ് നമ്മുടെ കേരളത്തിന് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നാമനിർദ്ദേശം നൽകുകയും അങ്ങനെ 1956 നവംബർ മാസം 1 മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകരിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. കേരളത്തോട് കൂട്ടിച്ചേർത്ത തെക്കൻ കർണാടകയുടെ ഭാഗമായിരുന്ന താലൂക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? കാസർഗോഡും ഹോസ്ദുർഗും ഉണ്ട്. കാസർഗോഡും ഉണ്ട്, ഏതുകൊണ്ട്? ഹോസ്ദുർഗ്. ഓക്കെ, തിരുക്കൊച്ചി സംയോജനം നടന്ന ഡേറ്റ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. 1949 ജൂലൈ മാസം 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? തിരുക്കൊച്ചി TK, അത് തന്നെ ഓർത്താൽ മതി. തിരുക്കൊച്ചി TK നാരായണപിള്ള, പറവൂർ TK നാരായണപിള്ളയായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ആയിരുന്നേ. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം: ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ പെടാത്തത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. ബാക്കി 3 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇത് 3 ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശയായിരുന്നു. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, വർഷം 1964. DS കോത്താരി. ആദ്യത്തെ കമ്മീഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. വർഷം 1948. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം
രണ്ടാമത്തെ കമ്മീഷൻ, പ്രധാനപ്പെട്ട രണ്ടാമത്തെ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, വർഷം 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ലക്ഷ്യം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ആരുടെ ലക്ഷ്യമായിരുന്നു? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇനി DS കോത്താരി കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു ലക്ഷ്യം. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ലക്ഷ്യം, വർഷം 1964. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് കരുതുന്നു. അപ്പൊ തുടർന്ന് എല്ലാ ദിവസവും മാക്സിമം ക്ലാസ് തരാൻ വേണ്ടി ശ്രമിക്കാം. ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ താഴെ കമന്റ് ചെയ്തോളൂ. കൂടാതെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.